ഒരു ഹൈന്ദവ സഹോദരി അരിയ സംഭാവന. എന്നിട്ട് എന്താ ഒരുപാട് പ്രയാസങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. കൗസല്യ സുപ്രജ പാടാനാണ് എന്നോടല്ലേ. ഞാൻ വടകരയിൽ ഒരു വാത് പറഞ്ഞപ്പോ വെറുതെ എന്റെ വീട് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ്. അവിടെ ക്രിസ്ത്യൻ ഹിന്ദു എല്ലാവരും വളരെ മനോഹരമായ നാട്. അത് ഈ പറഞ്ഞ പേര് തെറ്റ. വാസന്തി ചേച്ചിയുടെ വീട് എന്റെ വീട് അടുത്തെടുക്ക ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ അന്ന് ഞാൻ വെറുതെ ഞങ്ങളുടെ വീട്ടില് കാഞ്ഞാറ് മസ്ജിദ് നൂറിന്ന് സുബൈ ബാങ്ക് കേട്ട ഉടനെ അപ്പുറത്ത് മങ്കൊങ്ക് ഭാവിന്ന് സുപ്രഭാതം കേട്ടു. അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ഒരു ഹൈന്ദവ സഹോദരി അതൊന്നുകൂടി പാടണമെന്നാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ട ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുല താതുല നീലധനോ. കുറെ ഉണ്ടത്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവര് വലിയ ഭക്തിയുള്ളവരാ. നമ്മള് സന്ധ്യാസമയത്ത് യാസീൻ ഓതുമ്പോ ഞങ്ങളുടെ അപ്പുറത്തുള്ള വാസന്തി ചേച്ചിയുടെ അമ്മ അപ്പുറത്തിരുന്നിട്ട് സന്ധ്യാനാമം ജപിക്കും. രാമ 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 ഭാഗിമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമ കഷ്ടി മുഷ്ടി നായക പുരുന്ദരാതി സേവിത കട്ടവാരിതേ ജയാ മുകുന്ദ രാമ ഭാഗിമ കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര കഷ്ടവാരിതേ ജയാ മുകുന്ദ രാമ ഭാഗിമ. അവരെ സന്ധ്യാപ്രാർത്ഥനയാണ്. നമ്മൾ ആ സമയത്ത് നമ്മുടെ പെണ്ണുങ്ങൾ ആ സമയത്ത് മഗ്‌രിബാകുമ്പോ തുടങ്ങും. കൽബിന്റെ തീരത്ത് നീയത്തും കൽബിന്റെ ചാരത്ത് നീയത്ത് നേരത്ത്. സജീർ കൊപ്പത്തിന്റെ പുതിയ പാട്ടുമായിട്ട് നമ്മൾ ഇങ്ങനെ പടക്കാൻ. നല്ല പാട്ടാണ്. സജീർ കൊപ്പന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആ പാട്ട് റിലീസായ ഉടനെ എന്നെ വിളിച്ചു, സാറിന്റെ പാട്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാട്ടോ. എനിക്ക് ധാരാളം സുഹൃത്ത് വലയങ്ങളുണ്ട്. ഞാനൊരു ഒരു കെട്ടുവട്ടത്തിന്റെ ഉള്ളിൽ ഇരിക്കണ ആളെ. എനിക്ക് ഒത്തിരി സുഹൃത്ത് വലയുണ്ട്. എന്നിട്ട് സജീർ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് മ്യൂസിക് ഒന്നും ഇല്ലാതെ ഒരു ഡിവോഷണൽ സോങ് പാടണം, ഉസ്താദ് എഴുതണം. ഞാൻ എഴുതി കൊടുക്കണം. അവൻ നടന്ന പോലും തന്നെ വകുതിന് എന്നെ ഡേറ്റ് കൊടുക്കൽ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൗസല്യ സുപ്രജ എന്നുള്ളത് 5 മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. 50 ലക്ഷത്തോളം ആളുകളായി. സിനിമാ നടികൾ വരെ എന്റെ ഈ കൗസല്യ സുപ്രജ രാമപൂർ എന്നുള്ള ഷെയർ ചെയ്തു. നമ്മുടെ ഈ നാട് മനോഹരമാണ്. വർഗീയത ഇല്ലാത്ത നാടാണ്. വർഗീയത പറയുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറയാം, രഹസ്യമായിട്ട് പോലും വർഗീയത പറയരുത്. മനുഷ്യനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. അവൻ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, സംസാരിക്കുന്നത് മനുഷ്യനെ കുറിച്ച് മാത്രം. മനുഷ്യനെ നൊമ്പരപ്പെടുത്തുന്ന, അവന്റെ രക്തത്തെ ചിന്തുന്ന, ഒരമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്ന, ഒരു ഉമ്മയെ സങ്കടത്തിലാക്കുന്ന, ഒരമ്മച്ചിയെ വഴിതാരമാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വർഗീയതയെക്കുറിച്ച് മരിക്കുന്നത് വരെ പറയും. ഞാൻ എന്റെ ജീവിതത്തിലെടുത്ത ശപഥമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം അത്ര വലിയ നഷ്ടപ്പെട്ടൊരു രാജ്യമൊന്നും ആണോ? അങ്ങനെയൊന്നുമല്ല. ഒരു ന്യൂനപക്ഷമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അതാരാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും. എന്റെ ഒരു ശപഥമാണ്, മരണം വരെ ജാതിയുടെയും മതത്തിന്റെയും ഒരു മനുഷ്യനെ കാണാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അങ്ങനെ പഠിച്ച ആളാണ്. എന്റെ നാട് കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ്. നമ്മുടെയൊക്കെ വീട്, എന്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്താണ്. സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോ അവിടെ ഒരു ക്രിസ്ത്യൻ തറവാടുണ്ട്, ഓലിക്കൽ തറവാട്. അവിടെ ഒരു കൊച്ചമ്മയുണ്ട്, നല്ല തറവാടിത്തുള്ള കൊച്ചമ്മ. ഞങ്ങൾ ആദ്യമായിട്ട് ബ്ലാക്ക് ആൻഡ് ടിവിയിൽ മഹാഭാരതം കണ്ടത് ക്രിസ്ത്യാനിയായ കൊച്ചമ്മയുടെ വീട്ടിൽ ഇരുന്നിട്ടാണ്. നമ്മളൊരു 10-30 പിള്ളേരുണ്ട്, മുസ്ലിം പിള്ളേരാ. 9 മണിയാകുമ്പോ ഞായറാഴ്ച പോകും. കൊച്ചമ്മയെ TV വെച്ച് തരുമോ? എന്തിന്? മഹാഭാരതം കാണാൻ. നമ്മളവിടെ 30 പേര് ഇരുന്ന് അവിടെ എല്ലാം ചെളിയാക്കിയിട്ട് ഇറങ്ങിപ്പോയാൽ കൊച്ചമ്മ അതൊക്കെ വൃത്തിയാക്കും. ഒരു പ്രശ്നവും അവർക്കില്ല. പെരുന്നാളാകുമ്പോ കൊച്ചമ്മയുടെ അടുക്ക പോയിട്ട് പറയും, കൊച്ചമ്മ ഒരു തേങ്ങ തരുമോ? കൊച്ചമ്മ തേങ്ങ തരും. ആ തേങ്ങ വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ പെരുന്നാളിന് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത്.